മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വലിയൊരു കൊടിയ വഞ്ചനയുടെ വാർത്തയാണ് പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. പൊതുജനം കഴുതിയല്ല എന്ന് വിളിച്ചു പറയേണ്ട ഒരു വാർത്തയാണിത്. അധികൃതരുടെ വഞ്ചന മൂലം പെരുവഴിയിലായ ഒരു വീട്ടമ്മയുടെ ദുരവസ്ഥ. അതിലേക്കാണ് ഈ പൊതുജനം പരിപാടി കടക്കുന്നത്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈവ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ വഞ്ചിച്ചെന്നാണ് ഒരു വീട്ടമ്മയുടെ പരാതി. രേഖകൾ തിരികെ വാങ്ങാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ത്രീയെ ഉദ്യോഗസ്ഥൻ മുറിയിലിട്ട് പൂട്ടി. പുത്തൂർ സ്വദേശി സാവിത്രിയുടെ പരാതിയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസറിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ച് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ സാവിത്രിയും കുടുംബവും പെരുവഴിയിലായിട്ടുണ്ട്. ഈ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പേര് തെറ്റിപ്പോയി. ലൈവ് മിഷനിൽ വീട് കിട്ടിയത് മറ്റൊരു സാവിത്രിയും, എന്നാൽ വീട് പൊളിച്ചു കളഞ്ഞത് വേറൊരു സാവിത്രിയും. എന്തായാലും ഒരു സാവിത്രി ഇപ്പോൾ തെരുവാധാരമായി. ലൈഫ് മിഷനിലെ കൊടുംചതിയിൽ പെരുവഴിയിലായതാണ് സാവിത്രിയുടെ കുടുംബം. സാവിത്രിയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആൺമക്കളും ഉൾപ്പെടെയുള്ളവർ എനിക്ക് പുറകിൽ കാണുന്ന ഈ ടാർപോളിംഗ് കൊണ്ട് കെട്ടിയ ഷെഡിലാണ് ഇപ്പോൾ താമസം. സാവിത്രി വീടിനായി ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ പേരുണ്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് പഴയ വീട് പൊളിച്ചു നീക്കി. ഭൂമി സംബന്ധമായ രേഖകളും കരാർ രേഖകളും കൈമാറുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീട് അനുവദിച്ചത് മറ്റൊരു സാവിത്രിക്കാണെന്നും പേര് മാറിപ്പോയതാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയത്. വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ സാവിത്രി പഞ്ചായത്തിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങാനെത്തിയപ്പോൾ വിഇഒ എം അബ്ദുൽ നാസർ മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ആരോപണം. പോയി എനിക്ക് പേടിച്ചിട്ട് ഞാൻ അവിടെ തട്ടി ആർട്ടതായിട്ട് പേടിച്ചിട്ട് അടിച്ചിട്ട് പോയല്ലേ അയാൾ. ഇപ്പോൾ പോലീസ് ഞങ്ങൾ കൊടുത്തിട്ട അയാൾ തന്നെ കൊടുത്തിട്ട് പോലീസ് വന്നു. മഴ പെയ്തതോടെ ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ കുടുംബത്തിന് താമസിക്കാൻ കഴിയാതെയായി. മാനസിക വെല്ലുവിളി നേരിടുന്ന 2 മക്കളുമൊത്ത് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. ഒരാളാണ് സാവിത്രിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ലാണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയെല്ലാം നഷ്ടം വരുത്തി വെച്ചത്. നമുക്ക് വീടില്ല. നമ്മൾ ഇപ്പോൾ മഴക്കാലത്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വാടക കൊടുക്കണം. സാവിത്രി നൽകിയ പരാതിയിൽ വിഇഒക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂട്ടിയിട്ടെന്ന പരാതി തെറ്റാണെന്നാണ് അബ്ദുൽ നാസറിന്റെ വാദം. വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകാത്തതിനാൽ സാവിത്രി തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമുള്ള അബ്ദുൽ നാസറിന്റെ പരാതിയിൽ സാവിത്രി, വാർഡ് മെമ്പർ പ്രമീള ഉൾപ്പെടെ 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നൽകിയ മോഹന വാഗ്ദാനങ്ങളും ഉത്തരവാദിത്തമില്ലായ്മയും കാരണമാണ് സാവിത്രിയുടെ കുടുംബം ഈ കുടിലിലേക്ക് എത്തിയത്. ഇനി അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. ഒപ്പം അവരെ ഈ ഗതിയിലാക്കിയ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വളരെ നമുക്കൊരു ശോഭം തോന്നുന്ന ഒരു വിവരമാണ് ഇവിടെ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഇപ്പം ഒരു സാവിത്രി ആണെന്ന് കരുതി വേറൊരു സാവിത്രിക്ക് വീട് പൊളിച്ചു കളയുക, എന്നിട്ട് അവർ തെരുവാധാരമാകുക, ഉദ്യോഗസ്ഥന്മാർ എന്നിട്ട് ഈ വീട്ടമ്മയെ മുറിയിലിട്ട് പൂട്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതിൽ അവിടുത്തെ ഈ തദ്ദേശ ഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലേ? ഉദ്യോഗസ്ഥർ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ കൊടും വഞ്ചനയുടെയും കൊടും ചതിയുടെയും വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ സാവിത്രിയും മകൾ നിഷയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ പഞ്ചായത്ത് ഓഫീസിനെ നേരത്തെ കൈമാറിയിരുന്നു. ആ രേഖകൾ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തിലെത്തിയത്. അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസർ അദ്ദേഹം സാവിത്രിയോട് കയർക്കുകയും തനിക്ക് ഞാൻ ഇങ്ങനെ ഒരു രേഖ തന്നിട്ടില്ല, അങ്ങനെ ഒരു ഒപ്പോ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സാവിത്രിയെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. ഏതായാലും ഈ അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ഈ കുടുംബം നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. 2017 മുതൽ ഇവരുടെ പേരൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവർക്ക് വീട് നൽകാൻ പഞ്ചായത്ത് അധികൃതരാരും തയ്യാറായില്ല. പിന്നീട് ഇവർ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ പട്ടികയിൽ പേരുണ്ടെന്ന് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പറയുന്നത്. ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസറിന്റെ അദ്ദേഹത്തിന്റെ ഉറപ്പോടുകൂടി തന്നെ ഇവരുടെ വീട് പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ആ വീട് പൊളിച്ചു നീക്കുന്ന സമയത്ത് തന്നെ സാവിത്രി
ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോട് തനിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളുള്ള 2 ആൺമക്കളുണ്ട്, ഭർത്താവിന് ഹൃദയ സംബന്ധമായ അസുഖമാണ്, ഈ സാവിത്രിക്കും ഹൃദയ സംബന്ധമായ അസുഖമാണ്, അതുകൊണ്ട് ഒരു മുറിയും ഒരു ബാത്റൂമും ബാക്കി വെച്ച് മാത്രം ഈ വീട് പൊളിച്ചാൽ മതിയോ, പഴയ വീട് പൊളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥൻ മുഴുവൻ വീടും പൊളിച്ചു കളയണമെന്ന ശാഠ്യം പിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട് മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ഈ പുതിയ വീട് നിർമ്മിക്കാനുള്ള കരാർ എടുത്തു. അതിനുള്ള കരാറുകാരനെ കണ്ടെത്തി. ഈ കരാർ രേഖകളെല്ലാം തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിച്ചു. അതിനുശേഷമാണ് ഈ വീട്, അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് പാസ്സായിട്ടില്ല, അത് മറ്റൊരു സാവിത്രിയാണ്, ഇനി ലൈഫ് മിഷനിൽ പുതിയ പട്ടികയിൽ നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് വീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദുരിതപൂർണമായ അവസ്ഥയാണ്. നേരത്തെ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടിലായിരുന്നു അവർ ദിവസങ്ങളായി താമസിച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് മാത്രമാണ് അവർക്ക് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറാൻ സാധിച്ചത്. പക്ഷേ ഈ വാടക വീട്ടിൽ പോലും വാടക നൽകാൻ ഈ കുടുംബത്തിന് ഗതിയില്ല എന്നതാണ് SKN യാഥാർത്ഥ്യം. കാരണം 2 മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആൺമക്കളുണ്ട്. അവരുടെ മരുന്നിന് തന്നെ വലിയൊരു തുക ആവശ്യമാണ്. ഈ സാവിത്രിക്കും ഇന്ന് നമ്മൾ പോയ സമയത്ത് സാവിത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സാവിത്രിക്കും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്, ഭർത്താവ് മിത്രനും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. ഇവരുടെ ചികിത്സയ്ക്ക് തന്നെ വലിയൊരു തുക ആവശ്യമാണ്. ആ ഘട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു കൊടും വഞ്ചന, കൊടും ചതി ഈ കുടുംബത്തിന് മേൽ ചെയ്തത് എന്നുള്ളതാണ് SKN. താങ്ക് യു അരുൺ പാറയ്ക്കൽ. തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൻ്റെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരും. ഈ വാർത്ത അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം ഇങ്ങനൊന്നും ഒരു വീട്ടമ്മയോട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ.